إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس إنا خلقناكم من نفس واحدة وخلق منا زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സർവശക്തനായ അല്ലാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം ശരീരത്തിറന്നതുപോലെ നിങ്ങളോട് ഞാൻ ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും വിധി വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച് തെക്കുള്ളവരായി ആക്കിപ്പത്ത് നന്നായി മരിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, കഴിഞ്ഞ 2 വെള്ളിയാഴ്ചയായിട്ട് നമ്മൾ പറഞ്ഞിരുന്ന വിഷയം മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ വില, സമയത്തിൻ്റെ വില എന്നായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം കൂടി 1-2 വെള്ളിയാഴ്ച പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത വെള്ളിയാഴ്ച പറയും. ഇന്ന് കാര്യമായിട്ട് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പറയേണ്ടതായിരുന്നു അത് ഓപ്പറേഷൻ തൂഫാൻ. ഇനി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അതാണ്. രാജ്യത്തും നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ അതെന്താണ് എന്ന് പറഞ്ഞത് മദ്യത്തിനെതിരെയുള്ള ഒരു വിപ്ലവമാണ്. മദ്യം ഇല്ലാതെയാക്കുക. അതായത് ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്നത് ഓപ്പറേഷൻ തൂഫാൻ എന്നാണെങ്കിൽ നമ്മൾ പണ്ട് മുതൽക്കേ മദ്യത്തിനെ എതിർക്കുന്നവരാണ്. എന്ത് നിഷിദ്ധമായ കാര്യങ്ങൾ കണ്ട എതിർക്കേണ്ട സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. അപ്പോൾ ഇത് പറഞ്ഞത് മാത്രം നമ്മളെ ഗ്രൂപ്പിൽ KNM YSMൻ്റെ ഒക്കെ പലരും പറയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മദ്യം എന്ന് പറയുന്നത് മനുഷ്യരില്ല അന്തത്തോളം പഴക്കത്തിനുണ്ട്. ജാഹിലിയ കാലത്ത് മദ്യപാനികളായിരുന്നു കൂടുതലും. മദ്യം അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവായിരുന്നു മദ്യപിക്കുക എന്നുള്ളത്. അവരുടെ കവിതകളും എഴുത്തുകളും ഒക്കെ തന്നെ മദ്യത്തെ സംബന്ധിച്ചായിരുന്നു. ജാഹിലിയ കവികളിൽ ഒരു കവി പറയുകയുണ്ടായി, മദ്യചഷകത്തിൽ വീണ് ചത്ത ഒരു ഈച്ചയെ കണ്ടിട്ട് പറഞ്ഞു, നീ എത്ര ഭാഗ്യവതിയാണ്. ഈച്ചയോട് എന്താണ്, മദ്യം കുടിച്ച് ചാവാൻ നിനക്ക് അവസരം ലഭിച്ചല്ലോ, അങ്ങനത്തെ ഒരു അവസരം എനിക്ക് ലഭിച്ചില്ലല്ലോ എന്നാ പറഞ്ഞു. ഇമ്പുൾ കൈസാ തോന്നുന്നു, ഇമ്പുൾ കൈസ്. അതുപോലെ മറ്റൊരു കവി പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്നെങ്ങൾ മറച്ചു കഴിഞ്ഞാൽ എൻ്റെ ശവകുടീരത്തിന്മേൽ മുന്തിരിങ്ങ തൈ വെക്കണം. അത് നട്ടു വളർത്തി അത് വളർന്ന് വന്ന് എൻ്റെ മജ്ജയും മാംസവും തിന്ന് അതൊരു മുന്തിരിങ്ങ തോട്ടമായി നിൽക്കട്ടെ. അതിൽ കായ്ക്കുന്ന മുന്തിരിങ്ങകൾ വീഞ്ഞുണ്ടാക്കി കുടിക്കുന്നവർ ആനന്ദിക്കട്ടെ. എൻ്റെ ദേഹത്തെന്ന് പറഞ്ഞാൽ അത് അവർ ആനന്ദിക്കട്ടെ എന്നുവരെ അവർ പറയുകയുണ്ടായി. കുതിരയെ തൊട്ട് അവർ ഒരുപാട് വർണ്ണിക്കും, ഒട്ടകത്തിനെയും വർണ്ണിക്കും, അതുപോലെ തന്നെ മദ്യത്തിനെയും വർണ്ണിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാമുകിമാരെയും വർണ്ണിക്കും. ഇതായിരുന്നു ജാഹിലിയ കവിയുടെ
കവികളുടെ സ്വഭാവം. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ മദ്യം ധാരാളം കുടിക്കുന്നവരുണ്ട്. പ്രവാചകൻ അതിലൊന്നും സ്പർശിച്ചിട്ട് പോലുമില്ല. ഈ കേട്ടോളൂ, ആദ്യമായിട്ട് മദ്യ നിരോധനം. അപ്പൊ മദ്യത്തിന് ജാഹിലിയ്യ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മദ്യം നിഷിദ്ധമാക്കുന്നത് നമുക്ക് ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. അതുകൊണ്ട് അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമായിരുന്നു, ഒരു കാര്യമായിരുന്നു. ഏതുവരെ അൽ യൗമു ഹംബ്ർ അൽ ഗദു അംബ്ർ. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അറബികൾ പറയാൻ എന്താ അറിയോ? ഇന്ന് കള്ള്, ഇന്ന് എന്ത് തന്നെയായാലും കള്ള്, നാളെ കാര്യം. കള്ള് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നാളത്തെ കാര്യം പിന്നീട് ചിന്തിക്കാം. അത്രയും മദ്യപ്രേമികളും അതിനുവേണ്ടി ഈല ഒഴിഞ്ഞുവെച്ചവരുമായിരുന്നു. ബദർ പുറപ്പെടുന്ന ബദറിന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ബദറിലേക്ക് പുറപ്പെടുന്നു. അബൂ സുഫിയാനും പാർട്ടികളും കച്ചവടം ചെയ്ത് മറ്റൊരു ഭാഗത്തിലൂടെ തിരിച്ചു പോകുന്നു. ഈ വിവരം അബൂ സുഫിയാൻ മക്കയിലേക്ക് വിവരം അറിയിക്കുന്നു. അബൂജഹലും പാർട്ടി പുറപ്പെട്ടപ്പോൾ കുറെ പേര് പറയും നമുക്ക് ഇനി പിന്മാറുക എന്നാണ്. അപ്പോൾ വേണ്ട, നമുക്ക് അവിടെ ചെന്ന് 3 ദിവസം ഒട്ടകങ്ങളെ അറുത്ത് മാംസവും മദ്യവും ഹംബ്ര നില വന്നിക്കണം, ഹംബ്രൊക്കെ കുടിച്ചൊന്ന് ആനന്ദിക്കണം. അപ്പോൾ അത്രയും പ്രിയന്മാരായിരുന്നു. ഫസ്റ്റ് കേട്ടോളി, നമുക്ക് എന്താണ് ആദ്യമായിട്ട് മദ്യ നിരോധനത്തിന്റെ തുടക്കം കുറിച്ചത്? സഹാബികൾ എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു, മുസ്ലിങ്ങളായിരുന്നു. അന്നറബിൽ അൻസാരി അരീബിനാവത്തെ റിപ്പോർട്ട് ചെയ്യാണ്. അന്നറബിൽ അൻസാരി ദഅഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു പാർട്ടി. അബ്ദുറഹ്മാൻ ഔഫിനെ കുറിച്ച് ഈ കുത്തുബയിൽ പറയാൻ വിചാരിച്ചാണ് ഞാൻ. അത്രയും വലിയ നല്ല സഹാബിയും വാരിക്കോൽ ചെലവഴിച്ചിരുന്ന സഹാബിയാണ്. അപ്പൊ സത്താവുമ അന്ന് അവിടെ ഈ പാർട്ടിയിലെ മെയിൻ ആയിട്ടുണ്ടായിരുന്നത് മദ്യമായിരുന്നു. കാരണം എന്താണ്? കബില തഹരീമിൽ ഹംർ, കള്ള് ഹറാമാക്കുന്നതിന് മുമ്പത്തെ ശക്തി മനസ്സിലാക്കി വെക്കണം കേട്ടോ. നമ്മൾ കള്ള് കുടിച്ചു, അലിയല്ലാതെ കള്ള് കുടിച്ചു പോകുന്നത് മറ്റൊന്നും കേൾക്കൂല ഉറക്കത്തെ നോക്കിയിട്ട്. പിന്നെന്താ നമുക്ക് കുടിക്കുകയാവും. എപ്പോഴാണ് കള്ള് ഹറാമാക്കുന്നതിന് മുമ്പത്തെ സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് ഇതാ കള്ള് ഹറാമാക്കാൻ പോവുകയാണ്, ആദ്യ ഘട്ടത്തെ സംഭവമാണ് പറയുന്നത്. കബില തഹരീമുൽ ഹംറി ഫഅമ്മഹും അലി ഫിൽ മഗ്രിബി. അപ്പോ പാർട്ടി നടക്കുന്നതിനിടക്ക് മഗ്രിബിക്ക് നമസ്കരിക്കാൻ സമയമായി. ഫഅമ്മഹും എന്ന ഇമാമ് നിർത്തി. ആരിനെ? അലി റളിയല്ലാഹുവിനെ ഇമാമ് നിർത്തി. ഇബ്സലാസ് തങ്ങളുടെ അല്ല കേട്ടോ. നിസ്കാരം തുടങ്ങിയാണ്. ആരാ ഇമാമ്? അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹുവിന്റെ മഗ്രിബ് നിസ്കാരത്തിൽ കുലിയാൽ കാസ്റൂനെയും കുൽവത്തെയും ഓതണമെന്ന് ചെറിയ സുന്നത്തുണ്ട്, ഫിഖ് ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. മഗ്രിബ് നമ്മൾ കുറച്ച് വലുതാക്കി ഓതും, രണ്ടും സഹിഹാണ് കേട്ടോ. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ആരാണ്? മരുമാനായിട്ടില്ല, മദീനത്തേയുള്ളൂ. ഈ മരുമാനായി ഇതിന്റെ ഈ ബദറിയത്തിലെ വനീമത്തുകൊണ്ടൊക്കെയാണ് ഒട്ടകത്തിന് വാങ്ങി പൈസ ഒക്കെ ഉണ്ടാക്കുന്നത്. നബിസ്വലാസ്ലമ തങ്ങളുടെ എളാപ്പാടെ മകനാണ്. കുട്ടികൾ വെച്ചാലും ഇസ്ലാം മതം സ്വീകരിച്ച ആളാണ്. എല്ലാം കൊണ്ടും അറിവുള്ള ആളാണ്. മദീനത്തിലെ അരിയും ബാബുഹ, ഞാൻ വിജ്ഞാനത്തിന്റെ ഒരു പട്ടണമാണെങ്കിൽ അതിലേക്കുള്ള ഗേറ്റ് അരിയാണ് കേട്ടോ എന്നാണ്. അത്രയും പുകഴ്ത്തി പറയുന്നുണ്ട്. വലിയ സംഭവങ്ങളാണ്. അങ്ങനെ അതിലെല്ലാവരും ഇമാമ നിൽക്കുകയാണ്. അപ്പോൾ കുല്യായുൽ കാസൂന ഓതുമ്പോൾ കുല്യായുൽ കാസൂർ ലാ അഅ്ബുദു മാ തഅ്ബുദു എന്നാണ് ഓതേണ്ടത്. മദ്യലഹരിയിലാണ് ഓതിയത്. അപ്പൊ എന്താ ഓതിയത്? കുല്യായുൽ കാസൂർ അഅ്ബുദു മാ തഅ്ബുദു. എന്താ ഇതിന്റെ അർത്ഥം? ലാ അഅ്ബുദു മാ തഅ്ബുദു, നിങ്ങൾ ആരാധിക്കുന്നവരെ ഞാൻ ആരാധിക്കുകയില്ല എന്നാണ്. അപ്പൊ ഈ മദ്യലഹരി കാരണം എന്തായി? അഅ്ബുദു മാ തഅ്ബുദു, ഞാൻ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിക്കും. ആ കൊളായില്ലേ, തൗഹീദ് പോയില്ലേ, ശിർക്കായില്ലേ. ഞാൻ ആരാധിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ആരാധിക്കുന്നത്. ഖുർആൻ പറഞ്ഞത് ആ ആയത്തിറങ്ങാനൊക്കെ വലിയ കാരണങ്ങളുണ്ട്. സമയമില്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ പോണില്ല. അഅ്ബുദു ഓതിക്കഴിഞ്ഞു, നിസ്കാരം സലാം വീടി കഴിഞ്ഞു. ഭയങ്കര സംസാരമായി വിഷയമായി കേസ് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് എത്തി. അപ്പൊ നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നും കള്ള് നിഷേധിക്കണേ, ഹറാമാക്കാൻ, നിഷിദ്ധമാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണം. ഇവന്മാരൊക്കെ നല്ല പ്രിയന്മാർ. നമ്മൾ ചായ കുടിക്കണ മാതിരിയുള്ളൂ അന്ന് കേട്ടോ. അങ്ങനെ ഈ സംഭവം നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തെത്തി. നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് ഇറങ്ങുക, ലാ തഖറബു സ്വലാത്ത വന്തും സുഖാറ, ഇനി കള്ള് കുടിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കരുത്. അപ്പൊ ഇത്തിരി പ്രിയപ്പെട്ട വസ്തുവാണ്. ഇപ്പൊ ഘട്ടം ഘട്ടമായിട്ട് നിസ്കരിക്കുമ്പോൾ കള്ളു കുടിക്കണ്ട, എല്ലാ സമയത്ത് കുടിച്ചോളി. നമുക്ക് ബാധകമല്ല കേട്ടോ. ഹറാമാക്കുന്നതിന് മുമ്പാണ്. പ്രത്യേകം മനസ്സിലാക്കണേ. വന്തും സുഖാറ, നിങ്ങൾ ലഹരി ബാധിച്ചവരാണെങ്കിൽ,
ഹത്താ തഅലമു മാ തഖൂലുന. നിങ്ങൾ എന്താണോ ഓടുന്നത്, എന്താണോ പറയുന്നത്, അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അത് ഉപയോഗിക്കരുത്. അതുകൊണ്ടാണ് ഭീമമായ ഒരു തെറ്റ് പറഞ്ഞത്. ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് പറയേണ്ട വാക്ക് അഅ്ബുദു മാ തഅ്ബുദൂൻ. നിങ്ങൾ ആരാധിക്കുന്നവരെ ഞങ്ങളും എന്ത് ചെയ്യും, ഞാനും ആരാധിക്കും എന്ന് പറഞ്ഞു. അത് ഭീമമായ തെറ്റായി പോയത് തന്നെ. അപ്പോൾ ആദ്യത്തെ ഘട്ടം നിസ്കരിക്കുമ്പോൾ കള്ളുപിടിക്കരുത്. ഇനി ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു സംഭവമുണ്ട്. മനസ്സിലാക്കി നീട്ടി പറയാൻ സമയം വളരെ കുറവ്. വലിയ ഹദീസുകൾ അതൊക്കെ ബുഖാരിയിൽ മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബദർ യുദ്ധം കഴിഞ്ഞു. ബദർ യുദ്ധത്തിൽ കിട്ടിയ ഗനീമത്തുകളിൽ ഒരു പ്രായമായ ഒട്ടകത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. പിന്നെ അലി റളിയല്ലാഹു അൻഹു തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒട്ടകത്തെ കൂടി അലി റളിയല്ലാഹു അൻഹു കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമയെ വിവാഹം കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഹിജറ 2-ാം വർഷമാണ് ബദർ യുദ്ധം. ബദർ യുദ്ധം ഉണ്ടായതിനു ശേഷമാണ് ഈ സംഭവം. അപ്പൊ ഹിജറ 2-ാമത്തെ വർഷത്തിലാണ് കള്ള് നിഷിദ്ധമാക്കുന്നതെന്ന് അർത്ഥം. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബദർ യുദ്ധം ഉണ്ടാകുന്ന അന്നാണ് ഇതിന്. ആ ബദർ യുദ്ധത്തിൽ കിട്ടിയ 2 ഒട്ടകവുമായിട്ട് തന്റെ നിക്കാഹ് എടുത്തിരിക്കണോ, അതിനെന്തെങ്കിലും ഒരു മഹറും എന്തെങ്കിലും ചെറിയൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അലി റളിയല്ലാഹു അൻഹു ഈ 2 ഒട്ടകങ്ങളുമായിട്ട് ഇത് പദം ഇറാബ് താരിഫ് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അതിന്റെ മൊത്തം ചുരുക്കി പറയാം കേട്ടോ. അങ്ങനെ ഒരു മലഞ്ചെരിയിൽ അത് അൻസാരിയുടെ വീടിൻ്റെ അടുത്ത് ഈ 2 ഒട്ടകങ്ങളെയും കെട്ടി അലി റളിയല്ലാഹു അൻഹു എവിടേക്ക് പോയി, ഈ പുല്ല് ഇദ്ഹി എന്നുള്ള പുല്ല്, അത് വിലക്ക് കൂടിയ പുല്ല, അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് വേണം, ഇത് മഹറും സാധനങ്ങളൊക്കെ വാങ്ങാം എന്ന ലക്ഷ്യത്തോടു കൂടി അലി റളിയല്ലാഹു അൻഹു പോയി. അലി റളിയല്ലാഹു അൻഹു പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ എന്തായി, ഈ ഒട്ടകത്തിനെ വെട്ടി പൂഞ്ഞൊക്കെ എടുത്ത് പിന്നെ കരളൊക്കെ എടുത്ത് 2 ഒട്ടകത്തിന് കൊന്നിരിക്കണം. അതിൻ്റെ മാംസങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോയിരിക്കണം. ആരാ അത് സംഭവിച്ചത്, ആരാ ചെയ്ത് വെച്ചപ്പോൾ പറഞ്ഞു, അത് നിങ്ങളെ മുഹമ്മദിൻ്റെ എളാപ്പ ചെയ്തതാണ്, ഹംസാ റളിയല്ലാഹു അൻഹു മൂപ്പരാണ് ചെയ്തത്. അപ്പം എന്താ സംഭവം എന്നോ, അവിടെ ഒരു കള്ള് ഷാപ്പുണ്ട്, ഒരു ബാർ അറ്റാച്ച് ഉണ്ട്. അവിടെ കള്ള് കൊടുക്കുമ്പോൾ ക്യാമറ നൃത്തം പോലെയുള്ള അതും ഉണ്ടായിരുന്നു. ഇവിടെ ശരിക്കും പറയുന്ന ഹദീസിൽ കേട്ടോ, എന്താണ് ഈ ബൈത്ത് തന്നെ ഈ ഷാപ്പ് ഫി ഷുർബിൽ മിനൽ അൻസാരി, അൻസാരിയൊക്കെ പോയി കുടിച്ചിട്ടുണ്ട്. അവിടെ എന്ത് വേറെ ആരുണ്ടാവുക അറിയോ, ഫി ഷുർബിൽ അൻസാരി വന്നത്തഹു ഖൈനത്തും വസ്സാബു, ഒരു പെണ്ണ് പാട്ട് പാടി ഡാൻസ് ആടുന്ന ഒരു പെണ്ണും ഉണ്ട്. ഇവർക്കൊക്കെ ഊർജം ഉണ്ടായി കൊടുക്കാൻ. അവൾ പറഞ്ഞു, അവൾ ഞാൻ ഡാൻസ് ആടുമ്പോൾ പറഞ്ഞു ഫഖാലത്ത് ഇനാഅത്തിഹ, അവളുടെ പാട്ടിലൂടെ അവൾ പറഞ്ഞു, അലായ ഹംസ, അലായ ഹംസ, ഏ ഹംസേ ലശുൽഖിൽനവായി, ആ നല്ല പ്രായം കൂടിയ ഒട്ടകങ്ങൾ നിൽക്കുന്നു കണ്ടോ, ആ ഒട്ടകത്തിന്റെ പോയിട്ട് ഹംസ നല്ല ചൂടിലാണ്, അതിന്റെ പൂഞ്ഞൽ കണ്ടോ, ശരിക്കും പറയുന്നത് കേട്ടോ, എല്ലാം കൊണ്ടുപോവാ, അറുത്ത് മുറിച്ച് കൊണ്ടുപോവാൻ. ഹംസ റളിയല്ലാഹു അൻഹു ഒരു വാളെടുത്തിട്ട് ഉടനെ ചെന്നിട്ട് എന്ത് ചെയ്തു, അതിന്റെ പൂഞ്ഞ മുറിച്ചു. ഇവള് പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു കൊണ്ടുവന്നു. ഒട്ടകങ്ങൾ ചത്തു. ഹംസ റളിയല്ലാഹു അൻഹു ആവട്ടെ നല്ല ലഹരിയിലാണ്. ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഇസ്ലാമാണെന്ന് ചോദിച്ചിട്ട് എല്ലാം നിലക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന ആളാണ്. കള്ളുടിച്ചു, മദ്യം ചെന്ന് വയറ്റില് കണ്ടോ, അൽ ഉമ്മു അൽ ഹംറു ഉമ്മുൽ ഖബായിസാണ് കേട്ടോ. എല്ലാ തിന്മകളുടെയും മാതാവ് കള്ളാണ്. കള്ള് ചെന്നാ ഓന് പിന്നെ ഒന്നും ഹലാലില്ല, ഒന്നും ഹറാമില്ല, ഒക്കെ അവന് അനുമതിയാ. പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഈ ഒട്ടകത്തിന് അലി റളിയല്ലാഹു അൻഹു വന്നപ്പോൾ, വറകുമായി വന്നപ്പോൾ ഈ ഒട്ടകങ്ങൾ ചത്തു കിടക്കുകയാണ്. ആരാണ് ചെയ്തത്? അബ്ദുൽ മുത്തലിഫിന്റെ മകൻ ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പ കേട്ടോ, മനസ്സിലായില്ലേ? അങ്ങനെ ഇത് കണ്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു അക്ഷരാർത്ഥത്തിൽ കരഞ്ഞുപോയി. ഹദീസിൽ പറയുന്നത് കേട്ടോ, അലി റളിയല്ലാഹു അൻഹു കരഞ്ഞു. ഇനി എന്താണെന്ന് ചെയ്യുക? അങ്ങനെ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിൽ മുട്ടി, വായിൽ തുറന്നു കൊടുത്തു. എന്താ സംഭവം എന്ന് ചോദിച്ചു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ദുഃഖിച്ചു. ഏതായാലും നമുക്ക് അലിയുടെ അടുത്തേക്ക് പോകാം. അങ്ങനെ അവിടെ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ചെന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി ഹംസ റളിയല്ലാഹു അടുത്തേക്ക് ചെന്നു. വാതിൽ മുട്ടി.
വായിൽ മുട്ടി വെക്കുമ്പോൾ അംദറു ലഹരി ബാധിച്ച് കണ്ണൊക്കെ വെച്ച് ശരിക്കും ഹദീസിൽ പറഞ്ഞു കേട്ടോ. ഫൈദ ഹംറത്തു ഹംസ അയിനാവു അംദറിന്റെ കണ്ണുകൾ രണ്ടും ചുവന്ന് ആടി കൊണ്ടാണ് വരുന്നത്. എന്താ പറയുന്നതെന്ന് ചോദിക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആദ്യം പറഞ്ഞതുപോലെ അള്ളാഹുവിനോടാണ് പറഞ്ഞത്. ഹംസയോടൊപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു മദ്യപാനിയോടും ഒരു നിരക്കും തട്ടിക്കയറാനോ ഉപദേശിക്കാനോ പോയിരുന്നത് അത് കൂടുതൽ ആപത്തുണ്ടാക്കി വെച്ചോളൂ. അത് എങ്ങനെയൊക്കെ പറയണമെന്ന രീതിയൊക്കെ ഇതിൽ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? നേരെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബേ ഈ മുസീബത്തിനെ ഈ ജനതയെ ഇല്ലാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധ ഖുർആൻ ആൽ ഇംറാനിലെ 90-ാമത്തെ ആയത്ത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഇന്നമൽ ഹംറു വൽ മൈസറു, കള്ളും ചൂതാട്ടവും അതും അതിന് അതേപോലത്തെ ഒന്നാണ്. ഇന്നമൽ ഹംറു കള്ളും വൽ മൈസറു ചൂതാട്ടവും വൽ അൻസാബു വൽ അസ്ലാമു വിഗ്രഹങ്ങളും പ്രശ്നം വെക്കലും ഒക്കെ രിജ്സും മിൻ അമലി ശൈത്താൻ, പൈശാചികമാണ് കേട്ടോ. ഒരു ഖുർആൻ പറയാൻ കേട്ടോ. രിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബുഹു, നിങ്ങൾ അത് വെടിയുക, ഇനി അത് ഒരിക്കലും ഉപയോഗിക്കരുത്. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാം, എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാം. പിന്നെ പറയുന്നു ഇന്നമാ യുരിദു ശൈത്താൻ, ശൈത്താന്റെ ഉദ്ദേശം എന്താണ്? അൻ യൂഖ ബൈനകുമുൽ അദാവത്ത് വൽ ബഗ്ദാ, ശത്രുതയും വൈരാഗ്യവും, വാപ്പാനെയും മകനെയും ഭാര്യനെയും ഭർത്താവിനെയും സഹോദരനെയും അയൽവാസികളെയും നാട്ടിൽ മൊത്തത്തിൽ കർമ്മസമാധാനം തകർത്ത് വിപ്ലവം സൃഷ്ടിക്കുക, ജനങ്ങളെ തമ്മിൽ വെറുപ്പിക്കുക, അടിപിടി കൂട്ടിപ്പിക്കുക, ഇതാണ് ശൈത്താന്റെ ലക്ഷ്യം. അതിന് പറ്റിയ മാർഗമാണ് ഈ വെള്ളം. അത് വയറ്റി ചെന്നാൽ അവരെന്തും ചെയ്യും. ഞാൻ യൂക്ക ബൈനക്കും അദാവത്തൽ ബഗ്ദാ, ശത്രുതയുണ്ടാവും, കോപമുണ്ടാവും, കൊലപാതകമുണ്ടാവും, കവർച്ചയുണ്ടാവും, പീഡനമുണ്ടാവും. മകൾ പിതാവിനാൽ പീഡിക്കപ്പെട്ടു, സഹോദരൻ സഹോദരിയാൽ പീഡിപ്പിക്കപ്പെട്ടു, പീഡനങ്ങളും എന്തിൻ്റെയും അവസാനം നോക്കുമ്പോൾ മദ്യപാനിയാവും. മദ്യം ചെന്നാലൊക്കെ തോന്നും. അങ്ങനെ ഫിൽ ഹംറി വൽ മൈസറി, ഈ ചൂതാട്ടവും. അത് മാത്രമല്ല വയസുദ്ധൂക്കും ബന്ധിക്കില്ല, അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്ന കാര്യത്തെ നിങ്ങളെ തടഞ്ഞു നിർത്തും. ബാങ്ക് കേൾക്കുമ്പോൾ പള്ളിയിൽ പോകുന്നതാവില്ല, അത് ഇറങ്ങുന്നത് വരെ അവന് യാതൊരു ബോധവും ഉണ്ടാവില്ല. അതുകൊണ്ട് അനിസ്വലാത്തി, നമസ്കാരത്തെ തൊട്ടും ഫഹൽ അന്തും മുന്തഹൂൻ, അതുകൊണ്ട് നിങ്ങൾ ഇത് അവസാനിപ്പിക്കുന്നില്ല കൂട്ടരെ, നിങ്ങളിത് അവസാനിപ്പിക്കുന്നില്ല കൂട്ടരെ എന്ന് ഖുർആനിലൂടെ പറ്റിയാണ്. നമ്മളൊക്കെയാണ് എന്താ ചെയ്യുക? നമ്മളൊക്കെ എന്താ ചെയ്യുക? അത് അങ്ങനെ ഉണ്ടായാൽ ഇതൊരൊറ്റ കേൾക്കലാണ്. ഈ ആയത്തിന്റെ അവതരണം കേട്ടു മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മളും അതാണ് പറയട്ടെ, ഇന്തഹൈന ഇന്തഹൈന ഇന്തഹൈന, ഞങ്ങൾ നിർത്തി, ഞങ്ങൾ അവസാനിപ്പിച്ചു, ഞാൻ പരിപാടി അങ്ങത്തില്ല, ഖുർആൻ നിഷിദ്ധമാക്കിയതാണ് പറഞ്ഞു. ഓടി, എല്ലാവരും ഓടാണ്. എങ്ങോട്ട്? കള്ള് നിഷിദ്ധമാക്കിയിരിക്കുന്നു. നമ്മളെ ഭാഗത്ത് വാട്സപ്പ് ഒന്നുമില്ല, മൈക്കല്ല, വിളിച്ചു പറയാണ്, സഹോദരന്മാരെ കള്ള് കുടിക്കരുത് കേട്ടോ, കള്ള് ഹറാമാക്കിയിരിക്കുന്നു. അപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നവൻ വാഴയുള്ളത് ഇതങ്ങോട്ട് കുടിക്കാം, വളമ്പിയാണ് ഇതാണ് കുടിക്കുക, കച്ചവടക്കാരൻ വാങ്ങി വെച്ചത് ഇതാണ് വിറ്റ് കഴിക്കുക. നമ്മളൊക്കെ അങ്ങനെ വിചാരിക്കുക. അതല്ല ഉണ്ടായത്. എന്തുണ്ടായെന്നറിയോ? എല്ലാവരും അതെന്ത് ചെയ്തു? നിർത്തി. എങ്ങനെ? എല്ലാവരും അത് അവസാനിപ്പിച്ചു. കള്ളിന്റെ പുഴകൾ തന്നെ അതിൽ കൂടെ ഒഴുകുകയുണ്ടായി. അബീ തൽഹ റളിയല്ലാഹു അൻഹു ഒരു മദ്യഷാപ്പിന്റെ ആളായി. ശരിക്കും ഹദീസിൽ പറയുന്നത് കണ്ടോ? അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ കാല കുന്തു സാഖിയൽ ഖൗമ, ഞാൻ അനസ് റളിയല്ലാഹു അബൂ തൽഹ റളിയല്ലാഹുവിന്റെ ഷാപ്പിലെ സപ്ലൈക്കാരനാണ്, അവിടുത്തെ പണിക്കാരനാണ്. എന്താണ് സാഖിയൽ ഖൗമ ഹൈസു ഹുരിമത്തുൽ ഹംറു ഫീ മൻസിലി അബീ തൽഹ, അബീ തൽഹയുടെ വീട്ടിൽ ഞാൻ കള്ളു കൊടുക്കുന്നു, എല്ലാവരും കുടിക്കുന്നു. ആ സമയത്താണ് വിളിയാളം കേട്ടത്, അല്ലന്തും മുന്തഹൂൻ വഹന്തും മുന്തഹൂൻ, നിങ്ങൾക്ക് അവസാനിപ്പിക്കാനായില്ലേ? അവസാനിപ്പിക്കണം. അപ്പൊ ഇന്ദഹൈന, അതിനാണ് നമ്മൾ ചിന്താവലിക്കേണ്ടത്. ഇന്ന് ഗോളടിക്കുമ്പോഴേക്കും അട്ടാസത്തിൽ അങ്ങോട്ട് പരിസരം അങ്ങോട്ട് മറന്ന് ചാടി കളിക്കുകയാണ് ചെറുപ്പക്കാരൊക്കെ. എന്താ അതൊക്കെ അവസ്ഥ? ഇതാണ് ഇസ്ലാം. ഇത് കേട്ട ഉടനെ ഉമറുല്ലാഹ് ഇന്ദഹൈന ഇന്ദഹൈന ഇന്ദഹൈന, അങ്ങനെ അബൂ തൽഹയുടെ വീട്ടിലേക്ക് വരെ എത്തി. കണ്ടോ? ഒമാ ഷരീഫിന യൗമൈദിൽ ഫളിഹ്, ഞങ്ങൾ അന്ന് ഈ മുന്തിരിയുടെ ഉണ്ടാക്കിയ ഒരു വീഞ്ഞായിരുന്നു കുടിച്ചിരുന്നത്. അപ്പോൾ ദഖല അലൈനാ റജുലുൻ,
ഞങ്ങളുടെ അടുത്ത ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഫത്താല ഇന്നൽ ഹംറ ഖദ് ഹുരിമത്, കള്ള് ഹറാമാക്കിയിരിക്കുന്നു. വനാദാ മുനാദി റസൂലുള്ളാഹ്, പ്രവാചകന്റെ വിളിച്ചു പറയുന്നത് കേട്ടു. ഫഖുൽനാ ഹാദാ മുനാദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി, ഇങ്ങനെ കേട്ടു എന്ന് കേട്ടപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നതും കള്ളുകളുടെ ഗോളവും ഷാപ്പിന്റെ മദ്യത്തിന്റെ ഗോളാണ് എവിടെയൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ തകർത്തു, പിന്നേക്ക് വെച്ചില്ല. അങ്ങനെ ചരിത്രകാരന്മാർ പറയുന്നു 7 ദിവസം മദ്യപ്പുഴകൾ മദീനയിലൂടെ ഒഴുകി. ഇനിയും പഠിക്കാൻ കേട്ടോ. അപ്പോ ആദ്യത്തെ ഘട്ടമായി, രണ്ടാമത്തെ ഘട്ടം പൂർണ്ണമായിട്ടായി. ഇനിയൊരു സംഭവം കൂടി പറയാം. അതൊക്കെ നമ്മൾ ഇതിന്റെ കൂടെ മനസ്സിലാക്കി വെക്കേണ്ടുന്ന കാരണങ്ങളാണ് കേട്ടോ. എന്താണത്? അത് ഒരു നിവേദന സംഘം അങ്ങേ അകലയിൽ നിന്ന് നബി സ്വല്ലല്ലാഹു തങ്ങളെ കാണാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വന്നു. റബിയ ഗോത്രക്കാരാണ്. അവർ വന്നപ്പോൾ നബി സ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, കാല മർഹബൻ ബിൽ ഖൗ, നിങ്ങൾക്ക് സ്വാഗതം. അവിൽ വഫദി ഒരു ഹസായ വലാ നദാമ, നിങ്ങൾക്കൊരു ദുഃഖവും വിഷമവും നിന്ദനയില്ലാത്തൊരു ജനങ്ങളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മർഹബ, സ്വാഗതം എന്ന് പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഫഖാലു യാ റസൂലല്ലാഹ് ലാ നസ്തതി വൻ യതീക ഇല്ലാ ഫീ ഷഹ്റിൽ ഹറാം, യുദ്ധം ഹറാമാക്കിയ മാസങ്ങളിലല്ലാതെ നബിയെ ഞങ്ങൾക്ക് താങ്കളെ കാണാൻ സമീപിക്കാൻ കഴിയില്ല. ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, റജബ്, ഇതാ യുദ്ധം ഹറാമാക്കിയ മാസങ്ങൾ. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെയും വരുന്ന ഭാഗത്ത് കുറച്ച് വിഷമങ്ങളുണ്ട്, ശത്രുക്കളൊക്കെ ഉണ്ട്, അവർ ഞങ്ങൾ ഉപദ്രവിക്കും. ഈ സമയത്ത് ഞങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരണം. അത് ഞങ്ങൾ ഇപ്പൊ വരാത്ത ആൾക്കാർക്ക് ഫസല്ലി നുഹ്ബിർ ബിഹി, ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരിക. മിൻ വറായിന വനദ്ഖുലു ബിഹിൽ ജന്ന, ഇപ്പൊ വരാത്ത ആൾക്കാർക്ക് ഞങ്ങൾ അവിടെ പോയി പറയും ചെയ്യാം, ഞങ്ങൾക്കൊക്കെ സ്വർഗത്തിൽ പോവുകയും ചെയ്യാലോ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? വനഹാഉം അൻ അർബഈൻ, 4 കാര്യങ്ങൾ അമറും കൽപ്പിക്കുകയും 4 കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയുകയും. ഒന്നാമത്തേത് അൽ-ഈമാനു ബില്ലാഹ്, തൗഹീദ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, വിശദമായി പറയുന്നില്ല. രണ്ടാമത് നമസ്കരിക്കുക, തുഖീമു സ്വലാത്ത്, ഇഖാമ സ്വലാത്ത, വഈതാഉ സകാത്ത് കൊടുക്കുക, വസിയാമ റമദാൻ മാസം നോമ്പ് നോക്കുക. അതിൽ പിന്നെ പറയുന്നത്, ഈ ചോദ്യത്തിൽ പറയുന്നുണ്ട് ഞങ്ങൾ കുടിക്കേണ്ട പാനീയങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു വിവരണം തരണം. എന്തൊക്കെ കുടിക്കാൻ പറ്റുക ആ പാനീയങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ചു തരണമെന്ന് ഈ ഹദീസ് തന്നെ പറയുന്നുണ്ട്. ആ പാനീയങ്ങൾ എന്തൊക്കെയാണെന്ന് അനിൽ അശ്റബിഹി, എന്തൊക്കെ കുടിക്കാൻ പറ്റുക. അപ്പൊ കള്ള് നിഷിദ്ധമാക്കിയിരിക്കണം, ഹറാമാക്കിയിരിക്കണം. അപ്പൊ ഇവിടെ ഒരു ചോദ്യം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈക്കോളജിസ്റ്റ് കൂടിയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം, പിന്നെ നിങ്ങൾ ഒരിക്കലും തന്നെ ഹന്തം എന്ന് പറയുന്ന ഹന്തം എന്ന് പറഞ്ഞാൽ അതൊരു പച്ച പാത്രമാണ്, പച്ച കളറുള്ള ഒരു പാത്രമാണ്, അത് നിങ്ങൾ ഉപയോഗിക്കരുത്. പിന്നെന്താ പറയണം? ദുബായ് എന്ന് പറഞ്ഞാൽ ചൊരങ്ങുണ്ടല്ലോ, ഈ വലിയ ചൊരങ്ങ മൂത്ത് കഴിഞ്ഞാൽ അതൊരു ഭാഗത്ത് മുറിച്ച് അതിലെ ചോറൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നല്ല കുപ്പിയും ഭരണയായിട്ട് ഉപയോഗിക്കുക പണ്ട് കാലങ്ങളിലൊക്കെ. അതും നിങ്ങൾ ഉപയോഗിക്കരുത്. എന്താണ് ഞങ്ങൾ ഉപയോഗിക്കേണ്ട പാനീയങ്ങൾ എന്ന് പറഞ്ഞാൽ മറുപടി കേട്ടോ, ഇതും ഉപയോഗിക്കരുത്. പിന്നെന്താണ്? മൂന്നാമത്തെ എന്താണ്? നഖീർ. ആ നഖീർ എന്ന് പറയുന്ന ഒരു പാത്രം, അത് മരത്തിന്റെ മുറിച്ച മരം തുറന്നുണ്ടാക്കുന്ന ഒരു പാത്രം. ആ 3 പാത്രങ്ങളായി. നാലാമത്തേത് പറഞ്ഞെന്താണ്? മുസക്കത്ത്, താറ് പൂശിയ പാത്രം. ഈ 4 പാത്രങ്ങൾ നിങ്ങൾ ഉപയോഗിക്കരുത്. അതിന്റെ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ എന്താ ഇത് പറയുന്നത്? ഇതൊക്കെ ഒരു മദ്യം കള്ള് വാങ്ങി സൂക്ഷിച്ചിരുന്ന പാത്രങ്ങളാണ്. ഈ 4 പാത്രങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് അവർ ഉപയോഗിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി മദ്യം ഒരിക്കലും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. അത് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? നിർത്തൽ ചെയ്യിപ്പിച്ചു. മനസ്സിലായില്ലേ? ഇനി മദ്യപാനികൾക്ക് ഉണ്ടാവുന്ന ശിക്ഷകളെ കുറിച്ച് കുറെ പഠിക്കാണ്. ഒന്നിനെണ്ണം പറയാം കേട്ടോ. എന്താണ് മദ്യപാനികൾക്ക് ഉണ്ടാകുന്ന ശിക്ഷ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔസാനി ഖലീൽ, അബൂദർദാന്ന് പറഞ്ഞു, എന്റെ ഖലീൽ എന്നോട് ഉപദേശിച്ചു വന്നിട്ടുണ്ട്, ലാ തശ്റബൽ ഖംറ, കള്ളി നീ കുടിക്കരുത്, ഫൈനഹ മിഫ്താഹു കുല്ല ഇസ്മിൻ, അത് എല്ലാ പാപങ്ങളുടെയും താക്കോലാണ്, അതുകൊണ്ട് കള്ള് കുടിക്കരുത്. കള്ള് വയറ്റി ചെന്നാൽ അവന് ഇല്ലാത്തത്
എല്ലാം തന്നെ അവനെന്താവും? ഹറാമായതും ഹലാലും ഹറാമും ഹലാലും ഉമ്മയും പെങ്ങളും സഹോദരനും സഹോദരിയും ജ്യേഷ്ഠനും അനുജനും മനുഷ്യനും മൃഗവും ഒന്നും തിരിച്ചറിയുകയില്ല. അതുകൊണ്ട് അത് എന്നെ ഉപദേശിച്ചു തന്നിട്ടുണ്ട്. മൻ ശരിബൽ ഹംറ, കള്ളാരെങ്കിലും കുടിച്ചാൽ ലം യഖ്ബലുല്ലാഹു സലാത്തുഹു 40 സബാഹെന്നുണ്ട്, 40 യൗമെന്നുണ്ട്. 40 ദിവസത്തെ അവന്റെ നമസ്കാരങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. കേട്ട് മനസ്സിലാക്കിക്കൊള്ളില്ല. പിന്നെന്താ പറഞ്ഞത്? ഫൈൻ താബല്ല, അവൻ തൗബ ചെയ്താൽ ആ തൗബ അള്ളാഹു സ്വീകരിക്കും. ആദ്യത്തെ കൂടിയാണ് കേട്ടോ, ഫസ്റ്റ് ഇംപ്രഷനാണ്. രണ്ടാമതും പറഞ്ഞു ഫൈൻ ആദ, വീണ്ടും അവനിലേക്ക് മടങ്ങി പിന്നെയും അവൻ കുടിച്ചു, അപ്പോഴും അവന്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല, തൗബ അള്ളാഹു സ്വീകരിക്കും. നമസ്കാരം സ്വീകരിക്കുകയില്ല, തൗബ സ്വീകരിക്കും. പിന്നെയും പറയുന്നു മൂന്നാമതും അവൻ അവരിലേക്ക് മടങ്ങിയാൽ ഫൈൻ ആദലം യഖ്ബലുല്ലാഹു സലാത്തു 40 സബാഹ്. 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു, കള്ളു കുടിച്ചാൽ അവൻ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കുകയില്ല, അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കും. 3 തവണ. 4ാമത്തെ തവണ പറഞ്ഞ എന്താണ്? ഇനിയും റാബിയ, 4ാമത്തെ തവണയും അവൻ കള്ളു കുടിച്ചാൽ ഇസ്ലാമിയ നിയമം അവനെ 80 അടി അടിക്കണം എന്നാണ്. സമാനീന ജൽദൻ, അവനെ നാട് കടത്തണം എന്നൊക്കെയാ നിയമങ്ങൾ. ഇത് പറഞ്ഞു അവന്റെ യഖ്ബലുല്ലാഹു സലാത്ത് 40, 40 ദിവസം അല്ലാഹു തആല അവന്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല. പിന്നെയോ ഫൈൻ താബലം യഖ്ബലുല്ലാഹു അലൈഹി, പിന്നെ തൗബയും സ്വീകരിക്കുകയില്ല. മനസ്സിലായല്ലോ? 3 വട്ടം കഴിഞ്ഞ് 4ാം വട്ടം ആണെങ്കിൽ അവന്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല, തൗബയും സ്വീകരിക്കുകയില്ല. മറ്റേ നമസ്കാരം സ്വീകരിച്ചില്ലെങ്കിലും തൗബ സ്വീകരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യുതീബുല്ലാഹു അലൈഹി ഫസഖാഉ മിൻ നഹറിൽ ഹലാൽ. എന്താണ് ഹലാൽ എന്ന് പറഞ്ഞാൽ? അവനെ ഹലാലിൽ നിന്നാണ് വെള്ളം കുടിപ്പിക്കുക. ഖീല യാ അബാ അബ്ദുൽ റഹ്മാൻ വമൻ നഹറുൽ ഹലാൽ, ഹലാലിന്റെ പുഴ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിവരിച്ചു കൊടുത്തു. എന്താണ് ഹലാൽ? അത് നഹറും മിൻ സ്വദീദി അഹ്ലിൻ നാർ, നരകവാസികൾ നരകത്തിൽ കടന്ന് കരിഞ്ഞ് വ്രണമായി മുറിയായി അവരുടെ ദേഹത്തിൽ നിന്ന് ഒലിച്ചു വരുന്ന ചീഞ്ചലവും ചലവുമല്ല ഒരു പാനീയമാണ്. ഈ പാനീയമാണ് എന്ത് ചെയ്യുക? അവരെ കണ്ട് കുടിപ്പിക്കുക. അവർക്കുള്ള പാനീയം അതാണ്. അതുപോലെ പിന്നെ ഒന്നുകൂടി പറയുന്നുണ്ട്. എന്താണ്? അൻസറുള്ളാഹു പറഞ്ഞു, പിന്നെ എന്ത് വാഴ്ത്തി ചെന്നാലും നമുക്ക് ബോധമുണ്ടാവില്ല. അതിൻ്റെ ഒരു ചരിത്രമാണ് ബർസീസ് എന്ന് പറയുന്ന ഒരു സഹാബി. ആ ചരിത്രം കൂടി നിങ്ങളെ ഞാൻ കേൾപ്പിച്ച് മനസ്സിലാക്കട്ടെ. ബർസീസ് എന്ന് പറയുന്നത് ഒരു മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹം 220 കൊല്ലം വെറും ആരാധനയിൽ മുഴങ്ങി. ലാ യഅ്സറല്ലാഹു മിൻ തറഫത്തിൽ ഐൻ, കള്ള് ഇമ വെട്ടുന്ന സമയം പോലും അള്ളാഹ്ക്ക് ആരാധന ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ച വരാത്ത ഒരു മഹാപണ്ഡിതനും ആബിദുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു ഗ്രാമത്തിൽ അദ്ദേഹം ഒരു ധ്യാന കേന്ദ്രം, ഒരു സെൻട്രേറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ പോയി അള്ളാഹുവിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന രീതിയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പൊ ഇബ്ലീസിന് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് വഴിപഴപ്പിക്കാൻ വേണ്ടി ചെന്നു. കുറെ നീണ്ട ചരിത്രം ഒക്കെ ചുരുക്കിച്ച പറഞ്ഞു കേട്ടോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് എങ്ങനെ ചെന്നാലും ഇയാളെ സമീപിക്കാൻ പറ്റുന്നില്ല. അവസാനം ചെന്നിട്ട് പറഞ്ഞു, സഹോദര, ഞാൻ താങ്കളുടെ അടുത്ത് ഒന്ന് ആരാധന ചെയ്തോട്ടെ, മനുഷ്യരൂപത്തിൽ ചെന്നിട്ട്. അപ്പൊ പറഞ്ഞു, എന്നെ ശല്യം ചെയ്യാൻ പാടില്ല, അവിടെ കൂടിക്കോണം. കാരണം ഒരു ഭാഗത്ത് ബർസീസും ഒരു ഭാഗത്ത് ഇബ്ലീസും. ബർസീസ് ആവട്ടെ 1, 2, 3 ദിവസം കൊടുക്കും, കുട്ടികളെ എടുത്ത് പോകും, മക്കളെ കാര്യം ശ്രദ്ധിക്കും, ഉറങ്ങും, ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇയാള് 3 ദിവസം ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, തീവ്രമായ ആരാധന. ഇത് കണ്ടപ്പോൾ ബർസീസിന് ഭയങ്കര അത്ഭുതമായി തോന്നി. അയാൾ ചോദിച്ചു, എന്താ സഹോദര, തനിക്ക് മക്കളെടുത്ത് കുട്ടികൾക്ക് പോകണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ, ഉറങ്ങണ്ടേ, എന്താ ചെയ്യുന്നു? അതെ, നിങ്ങൾക്കത് തോന്നാത്ത എന്താ വെച്ചാൽ താങ്കളെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത്, ഞാൻ കുറെ തെറ്റ് ചെയ്തിട്ട്, അതുകൊണ്ട് എനിക്ക് അതിനോട് തോന്നാത്തത്. നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ, ആ ചെറിയ തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ മർത്തവിലേക്ക് എത്താന്നാണ് ഈ മനുഷ്യനോട്. ഇന്ന് എന്ത് തെറ്റാ ചെയ്യുന്നത്? ആദ്യം പറഞ്ഞു വ്യഭിചരിക്കുക, അത് പറ്റൂല. ആളെ കൊല്ലുക, അതും പറ്റൂല. എന്നാൽ പിന്നെന്താ വേണ്ടത്? കുറച്ച് കള്ള് കുടിച്ചാൽ മതി, കുറച്ച് കള്ള് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ് കള്ള് കുടിക്കും. അത് എവിടെ കിട്ടാന്ന് ചോദിച്ചു. കൊണ്ടുപോയി ഷാപ്പിൽ കൊണ്ടുപോയി കുടിപ്പിച്ചു. അവിടുത്തെ കള്ള് കൊടുക്കുന്ന പെണ്ണ് ഒരു സ്ത്രീയാണ്, കള്ള് കച്ചവടക്കാരത്തി. അപ്പൊ കള്ള് കുടിച്ച് ലഹരിയാവുന്നവരെ അങ്ങനെ കുടിപ്പിച്ച് ആ സ്ത്രീയെ പിടിച്ച് പീഡിപ്പിച്ചു.
ആ പീഡിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അവളുടെ ഭർത്താവ് കയറി വന്നു. ഭർത്താവും ഇയാളും തമ്മിൽ മല്ലയുദ്ധം നടന്നു. അങ്ങനെ ഇദ്ദേഹം ആ ഭർത്താവ് ഇയാളാൽ കൊല്ലപ്പെട്ടു. നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് തൂക്കിലേറ്റാൻ വിധിയായി. ഈ സമയത്ത് ഇബ്ലീസ് തനി നിർവത്തിൽ പുറപ്പെട്ടു. എന്റെ ആഗ്രഹം ഇതായിരുന്നു, അൽ ഹംറ ഉമ്മുൽ ഖബായിസ്, എല്ലാ ഹബായിസിന്റെയും മാതാവ് ഉമ്മ കള്ളാണ്. ആ കള്ളാണ് ചെന്നപ്പോൾ എല്ലാ തെറ്റും ചെയ്യിപ്പിച്ചു. ഒരു കണ്ണ് ചിമ്പ് വീഴ്ചുന്നത് വരെ അള്ളാഹുവിന്റെ ഒരു കാര്യത്തിലും വീഴ്ച വരാത്ത ആള്. 6000-ഓളം കുട്ടികൾ അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചിരുന്നു. 220 അദ്ദേഹം ജീവിച്ചു. അത്രയും വലിയ ഒരു മഹാൻ ഇബ്ലീസ് ഷെറിൽപ്പെട്ട് കള്ളു കുടിപ്പിച്ചു. കള്ളാൻ ചെന്നപ്പോ ഒക്കെ മറന്നു. ആ പെണ്ണിനെ കയറി പീഡിപ്പിച്ചു, കൊന്നു. അങ്ങനെ നിയമത്തിന്റെ മുമ്പിൽ വന്നു. കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇയാളോട് ചോദിച്ചു, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നിങ്ങൾക്ക് ഒറ്റ മാർഗമേ ഉള്ളൂ. അതെ, ഞാൻ വിചാരിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടുത്താൻ കഴിയും. അതിന് നിങ്ങൾ എനിക്ക് എന്ത് വേണം? ഒരു സുജൂദ് ചെയ്താൽ മതി. ഞാൻ എങ്ങനെയാണ് സുജൂദ് ചെയ്യുക? ഞാൻ കഴിമരത്തിലല്ലേ, തൂക്കുമരത്തിലായ ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യാൻ രക്ഷപ്പെടുത്താൻ? അല്ല, എന്നാൽ നിങ്ങൾ കണ്ണുകൊണ്ട് എനിക്ക് സുജൂദ് ചെയ്യുന്ന ഇഷാറത്ത് ചെയ്താൽ മതി. അങ്ങനെ ശിർക്കും ചെയ്യിപ്പിച്ചു. ആ നല്ല മനുഷ്യനെ ഇബ്ലീസ് വഞ്ചിച്ചു. എന്താണ് ആളെ വാഴ്ചപ്പെട്ടത്? കള്ളാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിം ഓതി നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സംഭവം കാണട്ടെ. കാര്യങ്ങൾ വിധിയേൽപ്പിക്കുന്ന ദിവസം എന്നാണ്. ഇതിപ്പോ ഇവിടുന്ന് പറഞ്ഞു കൊടുത്തില്ലേ, അവിടെ മൂപ്പരെത്തും. ഇതിന്റെ വാക്യം അവിടെ ഉണ്ടാവും. അല്ലാഹു തആല വഅദൽ ഹഖ്, അള്ളാഹു നിങ്ങളോട് സത്യവാഗ്ദാനം ചെയ്തു. മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, കൊലപാതകം ചെയ്യരുത്, ശിർക്ക് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. വാഴത്തും ഞാനും നിങ്ങളോട് ഒരു വാഗ്ദാനം ചെയ്തു. സുൽത്താൻ, ഞാൻ നിങ്ങളോട് ചെയ്ത എല്ലാ വാഗ്ദാനങ്ങളും ഞാൻ ഇതാ ലംഘിക്കുന്നു. അതുകൊണ്ട് സുൽത്താൻ, എനിക്ക് ഇന്ന് നിങ്ങളുടെ മേൽ ഒരു കാര്യവും നടപ്പാക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്. ഞാൻ വിളിച്ചതിനൊക്കെ ഫസ്റ്റ് മൂലി നിങ്ങൾ എന്നോട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. അതുകൊണ്ട് എന്നെ വഴിപ്പെട്ടവരെ, ശൈത്താന് വഴിപ്പെട്ടവരെ, മദ്യപിക്കുന്നവരെ, വ്യഭിചരിക്കുന്നവരെ, ചൂതാട്ടം നടത്തുന്നവരെ, സമയം വേസ്റ്റാക്കാൻ വേണ്ടി ദുർബലപ്പെടുത്തുന്നവരെ, പള്ളിയിൽ പോകാത്തവരെ, കഴിവുണ്ടായി നോമനുഷ്ഠിക്കാത്തവരെ, കഴിവുണ്ടായി സക്കാത്ത് കൊടുക്കാത്തവരെ, ഇതൊക്കെ ശൈത്താന്റെ പാർട്ടിക്കാരാണ്. ശൈത്താന്റെ പണി ഇവിടെ വിജയിച്ചു. അത് ഖുർആനിലൂടെ ആ രംഗം ഒന്നും കൂടി വീഴ്ചയാണ്. ശൈത്താൻ പറയും, വലാ തെരുവുമൂനി, നിങ്ങൾ എന്നെ ആക്ഷേപിക്കണ്ട, എന്റെ പണി ഞാടിച്ചു. വലൂമു അൻഫുസക്കും, നിങ്ങൾ സ്വന്തം കുറ്റങ്ങൾ ഏറ്റു പറയുക. ലൂമു അൻഫുസക്കും, നിങ്ങൾ സ്വന്തം ശരീരങ്ങൾ കുറ്റം പറയുക. മാനബി മുസ്ലിഹിക്കും, ഞാൻ വിചാരിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഒമാ അന്തും മുസ്ലിഹിയ്യ, നിങ്ങൾ വിചാരിച്ചാൽ എന്നെയും രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല. ഇനി കഫർത്ത് വിമാശത്തുമോനി, നിങ്ങൾ എന്നെ അള്ളാഹുവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ശിർക്ക് ചെയ്തേര്, എന്റെ പേരിൽ ശിർക്ക് വെച്ചേന്നൊക്കെ ഞാൻ നിഷേധിക്കുന്നു. ഇനി കഫർത്തു വിമാശത്തുമോനി കബല് ഇന്നല്ലാഹിമലവും അദാബുൻ അലീം, അള്ളാഹു ശിക്ഷ കഠിനമായി. അപ്പോ ശ്രദ്ധിക്കുക, മദ്യം എന്ന് പറയുന്ന ആ മഹാവിപത്തിനെ മുങ്കറം കണ്ടാ കണ്ണടച്ചിരിക്കേണ്ട ആളല്ല, കള്ളുടിച്ചു പോണവരൊക്കെ. അത് തടയൽ ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. സ്വയം നന്നാവുക, നമ്മളെ മക്കളെ ശ്രദ്ധിക്കുക. അത് കണ്ട ഒരു പത്രത്തിൽ കഴിഞ്ഞത് വന്ന ഒരു ന്യൂസ് ഞാൻ കേൾപ്പിച്ചോട്ടെ. എന്താ പറഞ്ഞത് അറിയോ? ക്ലാസ് റൂമിൽ മദ്യപിച്ച് 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ ക്ലാസ് റൂം വെച്ച് തമിഴ്നാട്ടിലുണ്ടാകും. ഇപ്പൊ ഇന്നലെ ഞാൻ കണ്ടില്ലേ, ഒരു കുട്ടി അച്ഛൻ അല്ലെങ്കിൽ പിതാവ് എന്ന് പറയാം, ആദ്യം സ്പർശിക്കണ്ടല്ലോ, പിതാവ് വീട്ടിൽ ചാരായം വാറ്റുന്നത് കണ്ടു. ആ ചാരായത്തിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് എൻ്റെ വാട്ടർ ബാഗിലാക്കി ക്ലാസ്സിൽ കൊണ്ടുപോയി വിതരണം ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പെട്ടിക്കടകളിൽ നിന്ന് ലഹരി മിഠായി കിട്ടും, MDMഉം പല രൂപത്തിലും പല പോലത്തിലും. കൊല്ലുമുസ്കരും ഹംബ്ര, വിശ്വാസങ്ങൾ പറഞ്ഞു, എല്ലാ ലഹരി വസ്തുക്കളും ഹംബ്രാണ്. കള്ള് മറ്റുള്ള പേരുകളൊക്കെ പല രൂപത്തിലും ഭാവത്തിലും ഉണ്ടാവും, അങ്ങനെ വിചാരിക്കണ്ട. എല്ലാ ലഹരി വസ്തുക്കളും കള്ളാണ്. കുല്ലു ഹംബ്രിൻ ഹറാം,
എല്ലാ ലഹരി വസ്തുക്കളും ഹറാമാണ്, നിഷിദ്ധമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ബോധവാനായിരിക്കണം. നമ്മുടെ മഹല്ലിൽ ബോധവൽക്കണം. ആരും തന്നെ ഇത് നിസ്സാരമായി കരുതരുത്. കള്ളു കുടിക്കുന്നവൻ അശാരിബുൽ ഖംർ, കള്ളു കുടിക്കുന്നവൻ ആരെപ്പോലെ അറിയുന്നത്? തആബിദുൽ വസൻ. എന്താ വസന എന്ന വിഗ്രഹം? എന്താ? കള്ളു കുടിക്കുന്നവൻ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവനെ പോലെയാണ്. കള്ളുകുടികളും വ്യഭിചാരവും മോഷണം തന്നെ ഭയങ്കരമായ കുറ്റമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, ഈ ഒരു ഒറ്റ ഹദീസ് കൂടി പറഞ്ഞിട്ടോ. ഈ വിഷയം നമുക്ക് ഇൻഷാ അല്ലാഹ് സാധിക്കാം. ലഅനൽ ഖംറു അലാ അശറത്തി ഔജുഹി, കള്ളിനെ അല്ലാഹു തആല 10 വഴിയിലൂടെ ശപിച്ചിട്ടുണ്ട് കേട്ടോ. 10 മാർഗത്തിൽ ഏതെങ്കിലും ഒരു മാർഗം നമ്മൾ അറിഞ്ഞിട്ടോ അറിയാത്തോ ശ്രദ്ധിക്കാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത് വാറ്റുന്നവൻ, കള്ള് വാറ്റുന്നവനും കുടിക്കുന്നവൻ. രണ്ടാമത്തൻ വാറ്റിക്കുന്നവൻ മുഅത്തസിൽ. മൂന്നാമത്തൻ വിൽക്കുന്നവൻ. നാലാമത്തവൻ വാങ്ങുന്നവൻ. അഞ്ചാമത്തൻ ഏറ്റുന്നവൻ. ആറാമത്തൻ അതിന് വണ്ടി കൊടുക്കുന്നവൻ, തലയിൽ വെച്ചു കൊടുക്കുന്നവൻ, വാഹനം കൊടുക്കുന്നവൻ, കള്ളുവണ്ടി, അവരെയും ശപിച്ചിരിക്കുന്നു. പിന്നെന്താണ്? മഹമൂലത്ത് വൈക്കുന്നതിന് കഴിഞ്ഞില്ലേ. പിന്നെ അത് വിറ്റ് കിട്ടുന്ന അതിന്റെ അറ്റാദായം തിന്നുന്നവർ, കല സമന. പിന്നെന്താണ്? ഷാരിബുക, പിന്നെ കുടിക്കുന്നവനും ഒഴിച്ചു കൊടുക്കുന്നവനും, കള്ള് കച്ചവടത്തിന് വേണ്ടി റൂം വാടക കൊടുക്കുന്നവനും, കള്ള് ചെത്താൻ വേണ്ടി തെങ്ങും കരിമ്പനും കൊടുക്കുന്നവനും, അതിന് വാടക കൊടുക്കുന്നതിനും, അതിന് വണ്ടി കൊടുക്കുന്നതിനും, അതിന് സപ്പോർട്ട് ചെയ്യുന്നവനും, എല്ലാവരെയും 10 മാർഗത്തിലൂടെ അല്ലാഹു തആല ശപിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു മാർഗം, നമ്മൾ വണ്ടി കൊടുക്കുന്നവരാണെങ്കിൽ കള്ളുകൊണ്ടാകാനോ അതിനെ ഉപയോഗിക്കുക, അത് തെറ്റാണ്. റൂം കൊടുക്കാൻ പാടില്ല. നമ്മൾ പറയുന്ന ഒന്നും തന്നെ നമ്മളെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല. അത് സത്യവിശ്വാസിയുടെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞതാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന്റെ ബാക്കി പറയാം. ഇനി ഇത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അവസാനിപ്പിക്കുകയാണ്. അത്രയും വലിയ ഒരു വിപത്താണ് മദ്യം. അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. മദ്യ നിർമ്മാർജ്ജന സമിതികളൊക്കെ ഉണ്ട് ഇവിടെ. ലഹരി നിർമ്മാർജ്ജനം, മദ്യ നിർമ്മാർജ്ജനമൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരവരൊക്കെ നമ്മളെ കഴിയുന്ന സേവനങ്ങളൊക്കെ ചെയ്യുക. അത് ഏറ്റവും നല്ല പുണ്യമുള്ള കാര്യമാണ്. നമ്മൾ കണ്ണ് ചിമ്പി നടന്നാൽ നമ്മളെ മക്കൾ തന്നെ ആടിങ്ങോട്ട് കുടിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. അല്ലാഹു തആല എല്ലാ നിലക്കും നമ്മുടെ ഉമ്മത്തിനെ, സമുദായത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏതെല്ലാം മനുഷ്യൻ നശിപ്പിക്കുന്ന വിപത്തുകളുണ്ടോ, മദ്യവും അതുപോലത്തെ എല്ലാ വിപത്തിൽ നിന്നും നമ്മളെ മക്കളെയും, നമ്മുടെ കുടുംബത്തെയും, നമ്മുടെ സമുദായത്തിനെയും, സമൂഹത്തിനെയും, നമ്മുടെ രാജ്യത്തെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ ആപത്തിനെത്തൊട്ടും കാക്കുമാറാട്ടെ. മരിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ, മറ്റ് കുടുംബാദികൾക്ക് അല്ലാഹുവേ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പാവങ്ങൾ നീ പുറത്തു തരണേ തമ്പുരാനെ. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തോട് ദീർഘായുസ്സും ആരോഗ്യം നൽകണേ റബ്ബേ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും ഞങ്ങൾക്ക് ഇനി ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وذل الشرك والمشركين والكفر أهل الكفرة والظالمين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا